പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 41 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. കർത്താവ് അവളോട് പറഞ്ഞു, മാർത്ത, മാർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. മാർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ വന്ന ഈശോ രണ്ടുപേരുടെയും മനോഭാവങ്ങളെയാണ് ഇവിടെ വ്യക്തമാക്കി തരുന്നത്. മാർത്ത ഈശോയെ പരിചരിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. മറിയമാകട്ടെ കർത്താവിനെ കേൾക്കുന്നതിൽ, അവിടുത്തെ ചാരി ഇരിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നു, മാർത്ത എന്താണോ ചെയ്തത് അതാണ് നമ്മൾ, എന്നാൽ മറിയം എന്താണോ ചെയ്തത് അതാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. കർത്താവിൻ്റെ ചാരിയിരിക്കുന്നതും ആ തിരുവചനങ്ങൾക്ക് കാതോർക്കുന്നതും ദൈവത്തിരുമുമ്പിൽ എത്രയോ അഭികാമ്യമായ കാര്യമാണ്. മാർത്ത ചെയ്തതിനെ ഈശോ വില കുറച്ച് കാണുന്നതല്ല, എന്നാൽ നല്ല ഭാഗം മറിയത്തിൻ്റെതാണ് എന്നാണ് ഈശോ പറയുക. ഈ നല്ല ഭാഗം നമ്മുടെ മുമ്പിലും ഒരു സാധ്യതയായി കർത്താവ് വെച്ചിട്ടുണ്ട്. തിരക്കുകളിൽ തീരേണ്ടതല്ല നമ്മുടെ ജീവിതം. തിരക്കുകളുടെ ഇടയിലും കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാൻ സാധിക്കുന്നിടത്താണ് ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുന്നത്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിത സാഹചര്യങ്ങളെ സമർപ്പിക്കാം. ഈ തിരക്കുകളുടെ ഇടയിലും കർത്താവിൻ്റെ തിരുവചനത്തിന് കാതോർക്കുവാൻ, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.